കോഴിക്കോട് താമരശ്ശേരിയിൽ വീട് കുത്തിത്തുറന്ന് കവർച്ചാശ്രമം. കരാടി കുറുന്തോട്ടിക്കണ്ടി മുനീറിന്റെ വീട്ടിലാണ് ഈ മോഷണശ്രമം ഉണ്ടായത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ കള്ളൻ രക്ഷപ്പെട്ടു എന്നാണ് സൂചന. എന്തോ ഒരു ചെറിയൊരു സൗണ്ട് കേട്ട മാതിരി തോന്നി ആദ്യം. അപ്പോൾ അതിൻ്റെ കുറ്റിയിട്ടൊന്ന് ഇളകിയ മാതിരി തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അത് വലിയൊരു കാര്യമാക്കിയില്ല. പിന്നെ രണ്ടാമതും എനിക്കൊരു സൗണ്ട് തോന്നി. എവിടുന്നോ ഒരാൾ ചാടിയ മാതിരി കേട്ടോ തോന്നി. അപ്പോൾ ഞാൻ ഇന്നതിൻ്റെ ശേഷം ഞാൻ വീണ്ടും കുറച്ച് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വാതിലിൻ്റെ പട്ട ഇളകിയത് മാതിരി തോന്നിയപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചതാ പോയി കഴിഞ്ഞിട്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഈ താമരശ്ശേരിയിലെ ഈ മോഷണശ്രമം അത് ഇന്നലെ രാത്രിയാണോ ഉണ്ടായത്? എന്താണ് വീട്ടുകാർ പറയുന്ന കൂടുതൽ വിവരങ്ങൾ? പോലീസ് ഇത് കേസെടുത്തിട്ടുണ്ടോ? മറ്റെവിടെയെങ്കിലും സമാനമായ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ദുരൂഹ സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടതായോ മറ്റോ? പ്രജിൻ, ഇന്ന് പുലർച്ചെ 2:45 ഈ ഒരു സംഭവം ഉണ്ടായത്. ആ വീട്ടമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. താമരശ്ശേരി കാരാടിയിലാണ് ഇത്തരത്തിൽ ശബ്ദം കേട്ട് ഇവർ വന്നതുകൊണ്ട് കള്ളൻ മോഷണ ശ്രമം മാത്രമാണ് നടന്നത്, മോഷണം ഉണ്ടായിട്ടില്ല. വീടിൻ്റെ മുൻവശത്തെ വാതിലിനോട് ചേർന്നുള്ള ജനലിൻ്റെ കൊളുത്തുള്ള ഭാഗത്ത് യന്ത്രം ഉപയോഗിച്ച് തുരന്നതിന് ശേഷം മോഷണ ശ്രമം നടത്തുകയായിരുന്നു. ഈ വാതിലിന് സ്ഥാപിച്ച ഇരുമ്പ് ദണ്ട് അത് ഇളകി ശബ്ദമുണ്ടായതിനെ തുടർന്നാണ് വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇത്തരമൊരു സംശയം തോന്നിയത്. പക്ഷേ അവർ വന്ന് പരിശോധിച്ച സമയത്ത് അതൊന്നും അസ്വാഭാവികമായി കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പോയി കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. താമരശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ താമരശ്ശേരി എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ 4 വീടുകളിൽ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് 8000 രൂപ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു വീട്ടിൽ കള്ളൻ കയറി രാത്രി ഫ്രിഡ്ജിൽ വെച്ച ചോറും മീൻകറിയെല്ലാം കൂട്ടി ചോറ് കഴിച്ചു. അതിനുശേഷം ചായ ഉണ്ടാക്കി കുടിച്ച് പുറത്തു പോയ ഒരു സംഭവമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കള്ളന്മാരുടെ ശല്യം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ താമരശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രജിൻ, ശരി. മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.